മിസ്ലീഡിംഗ് കോൺഫിഗറേഷൻ അല്ല ഡ്യുവൽ ഫീൽ മാട്രസ്. ഡ്യുവൽ ഫീൽ മാട്രസ്, അതായത് രണ്ട് സൈഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന മാട്രസ് ഉണ്ടെന്നുള്ള രീതിയിൽ പല ബ്രാൻഡുകളുടെ പ്രോഡക്റ്റിനെ പറ്റി നിങ്ങൾ കണ്ടു കാണും. ഇതിൻ്റെ റിയാലിറ്റി എന്താണ്, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്ലീഡിംഗ് ഫാക്ടർ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മാട്രസ്, അതായത് സർഫസ് നമ്മൾ കിടക്കാൻ ഉപയോഗിക്കുന്ന ഭാഗം കമ്പാരിറ്റീവ്ലി സോഫ്റ്റ് ആയിരിക്കും ബേസിനെക്കാട്ടിലും. ബേസ് എന്തുകൊണ്ട് സ്ട്രോങ് ആയിട്ടിരിക്കുന്നു ചോദിച്ചാൽ നമ്മുടെ ബോഡി വെയ്റ്റും മാട്രസിൻ്റെ സ്ട്രക്ചർ ഹോൾഡ് ചെയ്യേണ്ട ബേസാണ്. അപ്പോൾ അത് കമ്പാരിറ്റീവ്ലി ഫേം ആയിരിക്കണം. ഇങ്ങനെ ഒരു മാട്രസിനെ ഡ്യുവൽ സൈഡ് ആക്കാൻ വേണ്ടി മാനുഫാക്ചേഴ്സ് കാണിക്കുന്ന ഒരു ഗിമിക്സ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെയറിൽ യൂസ് ചെയ്യുന്ന ക്വിൽറ്റിൻ്റെ ഒരു പാനലിനെ റിവേഴ്സ് സൈഡിൽ കൂടെ ആഡ് ഓൺ ചെയ്യും. എന്നിട്ട് പറയും വൺ സൈഡ് സോഫ്റ്റ് അതർ സൈഡ് ഈസ് ഫേം, സോ ഡ്യുവൽ ആണെന്ന് പറയും. ഇങ്ങനല്ല ആൾക്കാരെ മിസ്ലീഡ് ചെയ്യേണ്ട രീതിയിൽ ഒരു ഡ്യുവൽ ടോൺ മാട്രസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് മോസ്റ്റ്ലി സിംഗിൾ സൈഡ് മാട്രസിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഡ്യുവൽ ഫീൽ ഉണ്ടാക്കണമെങ്കിൽ പ്രോപ്പർ ക്രൈറ്റീരിയ മനസ്സിലാക്കി പ്രോപ്പർ മെറ്റീരിയലിൻ്റെ കോമ്പിനേഷനിൽ ഡ്യുവൽ ഫീൽ മാട്രസ് ഉണ്ടാക്കാം. അല്ലാതെ ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലുള്ള മിസ്ലീഡിംഗ് കോൺഫിഗറേഷൻ അല്ല ഡ്യുവൽ ഫീൽ മാട്രസ്.